നമസ്കാരം. ചിങ്ങം രാശി 2025 ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഒരു വർഷക്കാലത്തെ ചിങ്ങം രാശിക്കാരുടെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ്. ചിങ്ങം രാശിക്കാർക്ക് മകം പൂരം ഉത്രം ആദ്യപാദമാണ് ചിങ്ങം രാശിക്കാർ. പൊതുവെ ഇവർക്ക് കർമ്മരംഗത്ത് പുരോഗതിയിലൊക്കെ തടസ്സങ്ങളൊക്കെ വന്നുപെടാം. സ്ത്രീകളായിട്ടുള്ള വീട്ടമ്മമാർക്കൊക്കെ ചില കാര്യങ്ങളിൽ രോഗദുരിതങ്ങൾ വല്ലാതെ അനുഭവയോഗ്യമാകുന്നതാണ്. ചില കാരണങ്ങൾ കൊണ്ട് അവർക്ക് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചുകൂടി ആരോഗ്യകാര്യത്തിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വന്നുപെടാം. ആരോഗ്യകാര്യത്തിൽ അതുകൊണ്ട് നല്ല ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്നായിരിക്കും. ആരോഗ്യത്തിൽ, ഭക്ഷണത്തിലും, വ്യായാമത്തിലും, അതുപോലെ തന്നെ മനസ്സിന് സന്തോഷം കിട്ടുന്ന സാഹചര്യങ്ങളുമൊക്കെ സന്താനങ്ങളുമൊക്കെ ഇട്ട് കൂടിച്ചേർന്ന് കൂടുതൽ സന്തോഷത്തിനുള്ള അവസരങ്ങളൊക്കെ ഒരുക്കുന്നതും കൂടുതൽ സ്ട്രെസ്സ് ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതൊക്കെ നന്നായിരിക്കും. വസ്തുവോ വീടോ ഒക്കെ വാങ്ങാനൊക്കെ ആയിട്ട് യോഗം കാണുന്നുണ്ട്. വീടോ വസ്തുവൊക്കെ വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് അതിനുള്ള യോഗമൊക്കെ വന്നു ചേരുന്നുണ്ട്. നല്ലതുപോലെ മെൻ്റൽ സ്ട്രെസ് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. സാമ്പത്തികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും സന്താനങ്ങളെ കൊണ്ടൊക്കെ ആണെങ്കിലും നല്ല മെൻ്റൽ സ്ട്രെസ്സൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് അത് ടെൻഷനാവുകയല്ല ചെയ്യേണ്ടത്. അതിന് വേണ്ട പരിഹാരങ്ങളും പ്രാർത്ഥനകളും ഒക്കെ നിങ്ങൾ സ്ഥിരം ആയിട്ട് ജീവിതശൈലിയിൽ അത് കൊണ്ടുവരിക. കുടുംബത്തിലെ സന്താനങ്ങളുമായിട്ടൊക്കെ കലഹ സാധ്യതകളൊക്കെ ഉണ്ടാവും. സന്താനങ്ങൾ പറയുന്നത് ചിലപ്പോൾ നമുക്ക് നടത്തി കൊടുക്കാൻ പറ്റാതെ വരിക. വിവാഹം കഴിഞ്ഞ സന്താനങ്ങൾ മക്കളുടെ ഭാര്യമാരും മക്കളൊക്കെ ആയിട്ട് ചിലപ്പോൾ വല്ല വഴക്കടിക്കേണ്ടതൊക്കെ ആയിട്ട് വന്നേക്കാം. പല കാരണങ്ങൾ കൊണ്ട് പല സ്വത്ത് തർക്കങ്ങളും ഒക്കെ കുടുംബത്തിൽ വന്നു ചേരുന്നുണ്ട്. അതുകൊണ്ട് പൊതുവെ യാത്രകളിലൊക്കെ ജാഗ്രത പാലിക്കുന്നത് നന്നായിരിക്കാം. കാരണം വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ നഷ്ടപ്പെടാനോ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് യാത്രകളിലൊക്കെ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കാം. വാക്കുതർക്കങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ നോക്കുക. കാരണം മനസ്സിന് വല്ലാതെ സ്ട്രെസ് ഉണ്ടാക്കാം. അത് ലക്ഷ്യബോധമില്ലാത്ത യാത്രകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. എന്തെങ്കിലും ഒരു കാര്യത്തിന് യാത്ര പോകണമെന്ന് വിചാരിച്ചിട്ട് നേരെ പോവുക, അത് നടക്കാതെ തിരിച്ചു വരിക, അത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ അത് പോയാൽ നടക്കുമെന്ന ബോധ്യമുണ്ടെങ്കിൽ മാത്രം ആ യാത്രയ്ക്ക് തയ്യാറാകുന്നത് ഉചിതമായിരിക്കും. സാമ്പത്തിക രംഗത്ത് ഉണർവുണ്ടാകുന്നതാണ്, എങ്കിലും ചിലവുകളൊക്കെ അധികരിക്കുന്നു. വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾക്ക് വിദേശ പഠനം തടസ്സപ്പെടാം. വർഷാവസാനം നിങ്ങളുടെ പ്രവർത്തന മണ്ഡലം വിപുലീകരിപ്പിക്കാൻ ശ്രമിക്കുന്നതും കർമ്മരംഗത്ത് പുതിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്നതുമാണ്. എന്തായാലും നിങ്ങളുടെ ഈശ്വരാധീനവും ആത്മവിശ്വാസവും കൊണ്ട് കൂടുതൽ പ്രതിബന്ധങ്ങളൊക്കെ തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു വർഷമായിരിക്കും 2025 ചിങ്ങം രാശിക്കാർക്ക്.